പേര് സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. അവരുടെ പ്രതിനിധിയായി ഇവിടെ ആശംസ പ്രകടിപ്പിക്കുന്ന ശ്രീ ഡാൻസൺ ആലപ്പാട്ടെ ഞാൻ സ്വാഗതം നൽകുന്നു. ഈ തിരുനാൾ മനോഹരമാക്കാൻ ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ജോയിന്റ് കൺവീനർ ശ്രീ എസ് ജോസ്, ട്രഷറർ ശ്രീ ലെനിൻ എന്നിവരെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. സിസ്റ്റർ ആൻസിയെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടു. ഈ തിരുനാൾ മനോഹരമാക്കാൻ ശ്രമിച്ച പ്രവർത്തിച്ച എല്ലാ കൺവീനർമാർക്കും യൂണിറ്റ് ഭാരവാഹികൾക്കും ഇടവകങ്ങൾക്കും നല്ലവരായ നാട്ടുകാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. പ്രധാനപ്പെട്ട കർമ്മമായിട്ടുള്ള തിരുനാൾ പാട്ട് കുർബാനയും വൈകിട്ട് അതുമായി ബന്ധപ്പെട്ട പ്രദക്ഷിണവും ഒക്കെ കഴിഞ്ഞ് നമ്മൾ അർത്ഥവത്തായ സാംസ്കാരിക സമ്മേളനത്തിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സാംസ്കാരിക സമ്മേളനത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറയാനായി ഞാൻ ഉദ്ഘാടകയായ സബ്ജഡ്ജിനോടും അതുപോലെ തന്നെ മുഖ്യ പ്രഭാഷണം നടത്താൻ വന്നിരിക്കുന്ന ഡോക്ടർ പ്രവീൺരാജ് സാറിനോടും പതൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ മേഖലയിലേക്ക് കടത്തുന്നേയില്ല. എന്നിവരെങ്കിലും സാംസ്കാരിക സമ്മേളനം നടത്തപ്പെടുന്ന സ്ഥലം തൃശ്ശൂർ ജില്ലയിൽപ്പെട്ടതാണ്. തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ ടൗണാണ് ഒരുപക്ഷെ പണ്ട് പറയുന്നത്. ഇതിപ്പോൾ കോർപ്പറേഷൻ ആയിട്ടുണ്ട്. ആ കോർപ്പറേഷനാണ് കേരളത്തിലെ തന്നെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത്. ഞാൻ ഇന്ന് ഇതിനിടയ്ക്ക് മിന്നായം പോലെ തൃശ്ശൂർ പുത്തമ്പള്ളിയിലെ നമ്മുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പിന്റെ സ്വീകരണത്തിന് ഓടിപ്പോയി തിരിച്ചു വന്നു. അപ്പൊ അതിനിടയിൽ ആർച്ച് ബിഷപ്പ് പറഞ്ഞ ഏതാനും വാക്കുകളാണ് എന്നെ ശരിക്കും ത്രില്ലടിപ്പിക്കുന്നത്. പിതാവ് പറഞ്ഞു, എനിക്ക് ഈ തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ അതൊരു കുടുംബത്തിലേക്ക് വന്ന പ്രതീതിയാണ്. എന്തുകൊണ്ടെന്നാൽ ഇവിടെയുള്ള തിരുവമ്പാടി, പാറമക്കാവ്, വടക്കുനാഥൻ ക്ഷേത്രങ്ങളിലെ എല്ലാവരും എൻ്റെ സ്വന്തമാണ്. തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് തൃശ്ശൂരിലുള്ള നാനാജാതി മതസ്ഥരുടെയും ആണ്. മൂല്യബോധം നിറഞ്ഞ വാക്കുകളാൽ നമ്മെ ഏവരെയും ഉദ്ബോധിപ്പിക്കാനുള്ള അച്ഛന്റെ വാചാദ്ര്യം നമുക്ക് എന്നും അറിവുള്ളതാണ്. സ്നേഹം കൊണ്ട് നിറഞ്ഞ് സംസ്കാര സമ്പന്നരായി തീരാനുള്ള ആഹ്വാനം നിറഞ്ഞ അച്ഛന്റെ വാക്കുകൾക്ക് നന്ദി. ഇന്നത്തെ യോഗത്തിന്റെ കാര്യപരിപാടികളെ കുറിച്ചും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാക്കി തന്ന അച്ഛന്റെ വിലയേറിയ വാക്കുകൾക്ക് നന്ദി. അടുത്തതായി ഉദ്ഘാടന ചടങ്ങാണ്. ഒരു റിസോഴ്സ് പേഴ്സണായിട്ട് അച്ഛനൊരു ആപ്ലിക്കേഷൻ വെക്കുകയും ചെയ്തു. അതെന്ന് വെച്ചാൽ വളരെ ഫ്രീ ആയിട്ട് നടത്തുന്ന ഒരു പ്രോജക്റ്റാണ്. അപ്പോൾ ഫ്രീ സർവീസ് എന്ന് കണ്ട് അട്രാക്ട് ചെയ്താണ് അച്ഛനെ പ്രോജക്റ്റിലേക്ക് ഇൻട്രസ്റ്റ് ആയി ആപ്ലിക്കേഷൻ വെച്ചതെന്നാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെ ഞങ്ങളുടെ റിസോഴ്സ് പേഴ്സണായി ഞങ്ങളെ സെലക്ട് ചെയ്യുകയും ഞങ്ങളുടെ കുട്ടികൾക്ക് വളരെ സമർത്ഥമായി അതിവിദഗ്ധമായി ക്ലാസ് എടുക്കുകയും ഒക്കെ ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് ക്ലാസ്സിനെ കുറിച്ചുമൊക്കെ സംസാരിക്കാൻ വന്നപ്പോഴാണ് ശരിക്കും അദ്ദേഹം ഒരു ഇടവകയുടെ വികാരിയാണെന്നും ഇവിടെ വളരെ ബ്രില്യൻ്റായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണെന്നും LLM ഒക്കെ റാങ്കോടുകൂടി പാസ്സായ ആളാണെന്നും ഒക്കെ ഞാൻ മനസ്സിലാക്കുന്നത്. അതിനു മുമ്പ് അത്രയും ഒരു ഫ്രീ ആയിട്ട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയിരുന്നില്ല. അപ്പോൾ ഒരു റിസോഴ്സ് പേഴ്സൺ ആണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ കർത്തവ്യം നിർവഹിച്ചു പോകുന്നു എന്നുള്ളത് മാത്രമായിരുന്നു എനിക്കറിയാവുന്ന ഒരു കാര്യം. അപ്പോൾ ഒരു വികാരിയാണ് എന്നും കൂടെ മനസ്സിലാക്കി അതിലുപരി അദ്ദേഹം LLM ഒക്കെ റാങ്കോടുകൂടി പാസ്സായി. മാത്രമല്ല ജനങ്ങൾക്കിടയിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരാളൊക്കെയാണ് എന്ന് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷവും തോന്നി. അപ്പോഴാണ് എൻ്റെ ഇങ്ങനെയൊരു ഓഫർ കൂടെ വെച്ചത്. എന്തായാലും ഞാൻ ഈ ഒരു ചർച്ചയിൽ ഈ ഒരു സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുക്കാമെന്ന് അച്ഛനോട് പറഞ്ഞു. വളരെ കൃത്യമായിട്ടാണ് ഓരോ കാര്യങ്ങളും അദ്ദേഹം ഫോളോ ചെയ്ത് എന്നെ അറിയിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും തിരുനാൾ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വളരെയധികം സന്തോഷം ഉണ്ടാകുന്ന ഒരു അവസരമാണ്. ഈ ചർച്ചയുടെ 88ാമത് തിരുനാളും സാംസ്കാരിക സമ്മേളനവുമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും ഓരോ വർഷവും നിങ്ങളിലേക്ക് സന്തോഷങ്ങൾ കൂട്ടായ്മയോടുകൂടി അതായത് ഒത്തുചേർന്ന് ഷെയർ ചെയ്യുന്ന ഒരു അവസരമാണ്. ഇതൊരു മെസ്സേജാണ്. കാരണം ഈ ഇരിക്കുന്ന പുതുതലമുറയിലെ കുട്ടികൾക്ക് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു, ഞങ്ങളുടെ പേരൻസ് ഇങ്ങനെയായിരുന്നു, ഞങ്ങളുടെ തലമുറയിലുള്ള ഓരോരുത്തരും ഇങ്ങനെയാണ് തിരുനാൾ ആഘോഷിക്കുന്നത്, അല്ലെങ്കിൽ സമൂഹത്തിൽ ഇടപെടുന്നത് ഇങ്ങനെയാണ്, മറ്റുള്ളവരെ ചേർത്തിരിക്കാനും കരുതലോടുകൂടി അവരോട് പെരുമാറുവാനും ഒക്കെ കിട്ടിയ ഒരു
എല്ലാവരും ഉപയോഗിക്കുമ്പോൾ അത് പുതിയ തലമുറയ്ക്ക് ഒരു അനുഭവമാണ്. ഞങ്ങളും അങ്ങനെ ആവണം. ഒരുപാട് നിയമങ്ങൾ നമ്മളെല്ലാവരും അറിയേണ്ടതുണ്ട്, അത് അറിഞ്ഞിരിക്കേണ്ടതുമാണ്. നമ്മുടെ ഇന്നത്തെ കാലത്ത് നിയമം അറിയാതിരിക്കുക എന്ന് പറയുന്നത് ഒരു തെറ്റാണ്. വീട്ടമ്മമാരായാലും കുട്ടികളായാലും സ്റ്റുഡൻസ് ആയാലും എല്ലാവരും തന്നെ നമ്മുടെ സമൂഹത്തിലെ ജോലികളെല്ലാം അറിഞ്ഞിരിക്കണം. അത് എല്ലാവരിലേക്കും നിയമം എത്തിക്കുക എന്നുള്ളത് സിവിൽ സർവീസ് അതോറിറ്റിയുടെ ലക്ഷ്യം. അതിനാൽ അച്ഛൻ്റെ അവസരം തന്നെ ഏറെ അവസരത്തിൽ വരാൻ ഓർത്ത് ഞാനും സംസാരിക്കാം. ഈ അവസരത്തിൽ ഈ സന്തോഷത്തിൻ്റെ അവസരത്തിലും തീരുമാനങ്ങളുടെ അവസരത്തിൽ ഇവിടെ വരാൻ സാധിച്ചതിലും എല്ലാവർക്കും ഒരുപാട് സംസാരിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. ഈ കൂട്ടായ്മയും നയിക്കുന്ന ഇനിയുള്ള കാലങ്ങളിലും മുന്നോട്ട് പോകട്ടെ. കുട്ടികൾ തന്നെ ഒരു മാതൃകയായിരിക്കട്ടെ. അത് ഈ വർഷം ഇതുപോലെ 38 വർഷം ഇനി കഴിയുമ്പോൾ ഈ പഠനഘട്ടത്തിൽ ഈ മനോഹരമായി ഈ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്കും അവരുടെ മക്കൾക്കുമൊക്കെ ഏറ്റവും മനോഹരമായി ഇവിടെ തിരുനാൾ നടത്തുവാനായിട്ട് കഴിയട്ടെ. എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും തിരുനാൾ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഈ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. ഒരു സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലേ അവരുടെ ഔദ്യോഗിക ജീവിതം എത്രമാത്രം തിരക്ക് നിറഞ്ഞതാണെന്ന്. എന്നുവരെങ്കിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന് നമ്മുടെ തിരുനാളിന്റെ ഭാഗമാകാൻ കാഴ്ച ആ നല്ല മനസ്സിന് ഏറെ നന്ദി പറയാണ്. തുടർന്ന് തലയെടുപ്പോട് കൂടി നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ്. മാത്രമല്ല ആതുര സേവന രംഗത്ത് സേവന തൽപരരായ ഏറെ പേരെ സംഭാവന ചെയ്യാനും നമ്മുടെ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ തന്നെ വിജയമാണ്. അതിൽ നമ്മുടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രിൻസിപ്പളും സൈക്കാട്രി വിഭാഗം പ്രൊഫസറുമായ ഡോക്ടർ പ്രവീൺ ലാലിനെ മുഖ്യ പ്രഭാഷണത്തിനായി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഉദ്ഘാടക സബ്ജക്ട് ശ്രീമതി സരിത രവീന്ദ്രൻ, വേദിയിലെ സദസ്യരേന്ദ്രനാണ്. ഈ വേദിയിൽ രംഗപൂജ ചെയ്ത് ദൈവ സാന്നിധ്യം ഉറപ്പാക്കിയ 2 കലാകാരികൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അറിയുന്നു. വിഷയത്തിലേക്കൊക്കെ വരുമ്പോൾ വിഷയം പ്രത്യേകിച്ചില്ല, സാംസ്കാരിക സമ്മേളനം എന്ന നിലയിലുള്ള വിഷയങ്ങളാണ്. എങ്കിലും നേരത്തെയുള്ള പ്രസംഗങ്ങളിൽ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട 2 കാര്യങ്ങൾ ഞാനത് പറഞ്ഞത്. ജൂബിലി മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പൽ നിലയ്ക്കാണ് ഞാൻ അവിടെ വന്നിരിക്കുന്നത്. അവിടെ നിന്ന് മാറി ഇന്നെവിടെ രക്തദാതാക്കളുടെ സംഘങ്ങളാണ്. ഏത് ആശുപത്രികളിലും അത്യാവശ്യ സന്ദർഭങ്ങളിൽ രക്തം കൊടുക്കാൻ തയ്യാറായവരുടെ നിരകൾ തന്നെയാണ്. ഈ മാറ്റം നിശബ്ദമായൊരു മാറ്റം വരുത്തിയതാണ് പഠനം. വളരെ ആദ്യമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തുടങ്ങിയ ബ്ലഡ് ഡൊണേഴ്സ് ഫോറം. അതിനെ അദ്ദേഹം തന്നെ പിരിച്ചുവിട്ടു, അച്ഛൻ തന്നെ പിരിച്ചുവിട്ടു. ഇപ്പോൾ ആ പ്രസ്ഥാനത്തിന് ഒരു നേതാവുമില്ല. ഒരു സംഘടനയുടെ ചിട്ടകളോ ചട്ടങ്ങളോ ഒന്നുമില്ല. പക്ഷെ രക്തദാതാക്കൾ ധാരാളമായി വരുന്നു. രക്തം ദാനം ചെയ്യുക എന്നുള്ളത് മലയാളിയുടെ ഒരു സ്വഭാവ രീതിയായി മാറി, അവരുടെ ഒരു സംസ്കാരമായി തന്നെ മാറി. ഇന്നത്തെ ഈ സാംസ്കാരിക കലാവിരുന്നിൽ എല്ലാവരെയും ഉൾപ്പെടുത്തി സ്നേഹത്തിന്റെയും ഒത്തുചേരലിന്റെയും ഒരു വേദിയാക്കി ഈ സായാഹ്നത്തെ മാറ്റുവാനുമായി ഇതിന്റെ പിന്നിൽ നിസ്വാർത്ഥമായി പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട വികാരി അച്ഛനും അച്ഛനോടൊത്ത് പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കുന്നു. ഇന്ന് ഇവിടെ വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം ഈ ഇടവകയുടെ സ്വന്തം മകളായ ഗോൾഡൻ ജൂബിലിയുടെ നിറവിലായിരിക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റർ ആൻസിക്ക് ജൂബിലിയുടെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ നേരുന്നു. സിസ്റ്റർ ആൻസിയുടെ സന്യാസ ജീവിതത്തിലെ 50 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഇത് നമുക്കേവർക്കും അഭിമാനവും സന്തോഷവുമാണ്. കഴിഞ്ഞ 50 വർഷക്കാലം ദൈവം നൽകിയ ഒരു നിധിയാണ് തന്റെ സമർപ്പിത ജീവിതം എന്ന് തിരിച്ചറിഞ്ഞ്
നിധിയിൽ നിന്നും പ്രവഹിച്ച ക്രിസ്തു സ്നേഹത്തിന്റെ ജ്വാലകളാണ് തന്റെ സന്യാസ ജീവിതത്തിലൂടെ ക്രിസ്തു ആൻസി സമൂഹത്തിന് നൽകിയതും നൽകിക്കൊണ്ടിരിക്കുന്നതും. കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും സൗഖ്യത്തിന്റെയും ജ്വാലകൾ ഇനിയും ദീർഘകാലം ഈ ഭൂമിയിലായിരുന്ന് സർവ്വ മനുഷ്യരിലേക്കും പ്രവഹിക്കുവാൻ ക്രിസ്തുവിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രിയ നാട്ടുകാരെ, അത്ഭുത പ്രവർത്തകനായ വിശ്വ സെബസ്ത്യാനോസിന്റെയും തിരുകുടുംബ പാലകനായ വിശ്വ ഔസേപിതാവിന്റെയും 38ാമത് തിരുനാൾ ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ആശംസകൾ നേരുന്നതോടൊപ്പം കൊറനാട്ടുകർ ദേശത്ത് ശാന്തിയും സമാധാനവും ഐക്യവും സൗഹാർദ്ദതയും ഊട്ടിയുറപ്പിക്കുന്നതിന് ഇത്തരം സാംസ്കാരിക കൂട്ടായ്മകൾ സഹായിക്കും എന്നതിൽ രണ്ട് പക്ഷമില്ല. ഈ സാംസ്കാരിക കൂട്ടായ്മയ്ക്ക് എല്ലാവിധ ആശംസകളും സന്തോഷത്തോടെ നേരുന്നു. പരിശുദ്ധ അമ്മ നമ്മെ എല്ലാവരെയും സംരക്ഷിക്കട്ടെ. നന്ദി. മറുപടി പ്രസംഗത്തിനായി 50ാം ജൂബിലി വർഷം, സന്യസ്ത ജീവിതത്തിന്റെ 50ാം ജൂബിലി വർഷം ആഘോഷിക്കുന്ന സിസ്റ്റർ ആൻസിയെ ഏറെ സ്നേഹത്തോടെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഇല്ലാത്ത ഈ ദേവാലയം ഇത്ര മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്കും വളരെ അതിശയവും അതോടൊപ്പം അഭിമാനവും തോന്നി. കാരണം ഇങ്ങനെ ഒരു തിരുനാൾ അങ്കണം ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. സാധാരണ ഈ സമയത്ത് പോകേണ്ട ആവശ്യമൊന്നും ഉണ്ടാകാതെ അത് കണ്ടപ്പോഴേ തന്നെ തോന്നി എന്തായാലും ഈ വർഷം ഈ വേദിയിലൊന്ന് കയറിയിരിക്കാമല്ലോ എന്ന് വലിയ സന്തോഷം എനിക്ക് തോന്നി. അച്ഛൻ അത് ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അച്ഛനേറെ നന്ദി പറഞ്ഞു. പിന്നെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ആഘോഷ പെരുമഴ പെയ്തിറങ്ങി. നമുക്കറിയാം, മഴ പെയ്തിറങ്ങിയാലും മരം പെയ്യുമെന്നൊരു ചൊല്ലി നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ സെബസ്ത്യാനോസിൽ വിളങ്ങിയിരുന്ന ജീവിത വിശുദ്ധിയും ത്യാഗസന്നദ്ധതയും ഉപരി വിശ്വാസ ജീവിതവും നമ്മുടെ ഹൃദയങ്ങളിലും മനസ്സിലും കാതോർത്ത് നിൽക്കുവാൻ ഇടയാകട്ടെ എന്നുകൂടി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ചാവറ കുര്യാക്കോസ് ഏലിയാസത്തിൽ ദീർഘവീക്ഷണവും ദൈവിക പ്രേരണയും ഉൾക്കൊണ്ടാണ് 1866 സ്ഥാപിതമായ കർമ്മലീത സന്യാസിനി സമൂഹത്തിലെ ഒരു അംഗമാണ് ഞാൻ. 158 വർഷം പിന്നിടുമ്പോഴും വിശുദ്ധരുടെ പാരമ്പര്യവും കൂട്ടായ്മയും ഇന്നും ഈ സഭാ സമൂഹത്തെ പ്രത്യേകം എടുത്ത് വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. കർമ്മല മാതാവിന്റെ പ്രത്യേക സംരക്ഷണത്തിൽ സമർപ്പണ ജീവിതത്തിന്റെ വിശുദ്ധിയും രഹസ്യവും അറിയുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് ഓരോ കർമ്മലീത സന്യാസികളും. വിദ്യാഭ്യാസ പ്രേക്ഷകത്വം, ആതുര സേവനം, അവധി സംരക്ഷണം തുടങ്ങി വിവിധ ശുശ്രൂഷകളിലൂടെ കേരളത്തിൽ മാത്രമല്ല എല്ലാ ഭൂഖണ്ഡങ്ങളിലും തന്നെ സർവശക്തനായ ദൈവത്തിന്റെ അനന്ത പരിപാലനയിൽ പ്രവർത്തന നിരതരാണ് എല്ലാവരും തന്നെ. എന്റെ ദൈവവിളിയുടെ വിത്ത് പാകിയത് എന്റെ കുടുംബാന്തരീക്ഷം തന്നെയാണ്. എന്റെ അമ്മയുടെ കുട്ടികളിൽ നിന്നുള്ള പ്രാർത്ഥനയും വിശാലമായിട്ടുള്ള പ്രവർത്തന ശൈലിയുമാണ് എന്നെ ഇതിനെ ഒരുക്കിയത്. നമുക്ക് ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തിച്ചേർന്നത് ഏറ്റവും യോഗ്യയായ ഒരു വ്യക്തിയെ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അച്ഛൻ തന്നെ സരിത മേഡത്തിന്റെ പേര് നിർദ്ദേശിക്കുകയും അതിനുവേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കാൻ തയ്യാറാവുകയും ചെയ്തു. ഒരു സബ്ജക്റ്റ് ജുഡീഷ്യറിയുടെയും അല്ലെങ്കിൽ നിയമത്തിന്റെ പാതയിലൂടെ എങ്ങനെ ഈ സമൂഹത്തെ കൊണ്ടു നടക്കണം എന്ന് നമ്മൾ ചിന്തിക്കുന്നതിന് മേൽ ചിന്തിക്കുന്ന സരിത മേഡം നമ്മോടൊത്ത് കുറച്ച് കാര്യങ്ങൾ ആമുഖമായിട്ട് പറഞ്ഞു. ഈ വേണമെങ്കിൽ ഈ വേദിയിലേക്ക്, ഈ ഇടവകയിലേക്ക് ഇനിയും വരാൻ തയ്യാറാണെന്ന് പറഞ്ഞ മേഡത്തിന് ഇടവകയുടെ പേരിലും വികാരിച്ചിന്റെ പേരിലും കമ്മിറ്റിയുടെ പേരിലും ഏറെ സന്തോഷത്തോടെ നന്ദി രേഖപ്പെടുത്തുന്നു.
മുഖ്യപ്രഭാഷണം നടത്താനായി എത്തിച്ചേർന്ന നമ്മുടെ സ്വന്തം സ്ഥാപനമായിട്ടുള്ള ജൂബിലി മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പൽ, ശത്രുവിനോട് എങ്ങനെ പെരുമാറണം, പാപിനിയായ സ്ത്രീയുടെ മുന്നിൽ യേശു കൊടുത്ത ആ നിർദ്ദേശം, പാപം ചെയ്യാത്തവൻ ആദ്യം കല്ലെറിയട്ടെ, വലിയൊരു ഫിലോസഫിക്കലായിട്ടുള്ള ഒരു ചിന്തകള് നമ്മുടെ മനസ്സിലേക്ക് എറിഞ്ഞു തന്ന പ്രവീൺ സാറിനെ ഏറെ നന്ദിയോടെ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നമുക്കറിയാം, വികാരിയച്ഛൻ എല്ലാ കാര്യങ്ങളിലും വളരെ ചിട്ടയായിട്ട് ഇതേവരെ നടന്ന എല്ലാ പരിപാടികളിലും ഓരോ കാര്യങ്ങളിലും ടൈമിങ് അതിന്റെ സജ്ജീകരണങ്ങൾ അപ്പപ്പോ ഓരോരുത്തരോടും കൃത്യമായി ചോദിച്ച് ഒരു ഇടവകയെ എങ്ങനെ നയിക്കണം, അതിലെല്ലാവരെയും യോജിപ്പിച്ച് കൊണ്ടു നടക്കാൻ സാധിക്കുക എന്നത് വളരെ പ്രയാസകരമാണ്. കാരണം പല ചിന്താഗതികളെ ഒരുപക്ഷെ ചിന്തിക്കുന്നതിന് അപ്പുറത്തായിരിക്കും മറ്റുള്ളവർ ചിന്തിക്കുന്നുണ്ടാവുക. ആ ചിന്തകളെല്ലാം ഒരു ചെറിയ കോർത്ത പുഷ്പമായി പോലെ കൊണ്ടു നടക്കാൻ, അതിനിടയിലെ LLM-ല് ഒരു 3-ാം റാങ്കോട് കൂടിയിട്ട് വിജയിച്ച് ആ മേഖലയിൽ പോലും വ്യക്തിമുദ്ര പതിപ്പിച്ച നമ്മുടെ വികാരി അച്ഛൻ ഏറെ സന്തോഷത്തോടെ നിങ്ങൾ ഓരോരുത്തരുടെയും പേരില് ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചതിന്റെ പേരില് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. സിസ്റ്റർ ആൻസി നമുക്കറിയാം നമ്മുടെ ഇടവാംഗമാണ്. വിളവധികം വേലക്കാരിൽ ചുരുക്കം. സിസ്റ്റർ ആ സന്ദേശമാണ് നമുക്ക് നൽകിയത്. അതുകൊണ്ട് വിളവിന്റെ നാളിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമൂഹത്തിന് വേണ്ടത് മുറിവേറ്റി കിടക്കുന്നവരെ ആശ്വസിപ്പിക്കാനുള്ള, ഒരുപാട് അനാഥരായവരെ ശുശ്രൂഷിക്കാനുള്ള നല്ല സമർപ്പിതരെ ലഭിക്കാൻ നമ്മുടെ ഇടവകയിൽ നിന്നും ധാരാളം സമർപ്പിതരുണ്ടാകട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയും കൂടി സിസ്റ്റർ മുന്നോട്ട് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. സിസ്റ്ററുടെ ഇനിയുള്ള പ്രവർത്തനങ്ങളിൽ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് സിസ്റ്ററുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പാവങ്ങളുണ്ടായതുകൊണ്ട് ഈ വേദിയിലെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നന്ദി പ്രസംഗം പെട്ടെന്ന് അവസാനിപ്പിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നല്ല കൈയ്യടി കൊടുത്തു. അവരെയും ഈ വേദിയിൽ ഓർത്തുകൊണ്ട് ഇനി ആർക്കെങ്കിലും നന്ദി പറയാനുണ്ടെങ്കിൽ ഈ ഒരു അവസരത്തിൽ നമുക്ക് ഇതിനിടയിൽ പറയാം. വിട്ടുപോയവരെ ഈ സമ്മേളനം അവസാനിപ്പിക്കേണ്ടതുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.